അങ്ങനെയല്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യമല്ല അത്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഏതൊരു സംഘടനാ പ്രവർത്തനത്തെ അങ്ങനെ നിരോധിക്കുന്നത് കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയില്ല, RSSന് 100 വർഷത്തെ ചരിത്രമുണ്ട്. RSS കേരളത്തിൽ ആരംഭിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന ഒരു വ്യായാമ കൂട്ടായും വളരെ സതുദ്ദേശപരമായിട്ടുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇന്നത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ? RSS ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതുപോലെ ഓരോ സംഘടനകളും വരുന്ന കാലഘട്ടത്തിലെ തന്നെ അതിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് വളരെ ജാഗരൂകരായി പൊതുസമൂഹം നോക്കിക്കണ്ടാൽ അതിനെ ആ രീതിയിൽ തന്നെ നമുക്ക് നിരാകരിക്കാൻ കഴിയും. ഇപ്പോൾ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന രീതിയിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപം കേരളത്തിൽ പിറവിയിലുന്നത്. അതിനുശേഷം കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി മാറിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യം എത്രത്തോളം ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങൾ സംഘടിക്കുന്നത് കൊണ്ട് മറുവശത്ത് ഭൂരിപക്ഷം സംഘടിക്കുന്നു എന്നുള്ളത് വലിയൊരു അപകടകരമായ രാഷ്ട്രീയ സിദ്ധാന്തമല്ലേ? അതായത് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് 1925 RSS ഉണ്ടാക്കിയതെന്നാണ് അങ്ങയുടെ വാദം. അങ്ങനെയല്ല. ഭൂരിപക്ഷത്തെ എതിർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സിദ്ധാന്തം അല്ല പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് ഭൂരിപക്ഷ സമുദായത്തിന്റെ സിദ്ധാന്തം എന്നുള്ള രീതിയിലല്ല അതിനെ കാണേണ്ടത്. ഭൂരിപക്ഷ സമുദായത്തിന്റെ ആശയങ്ങൾ എന്ന രീതിയിൽ ഭൂരിപക്ഷ സമുദായത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് RSS നടത്തിയിട്ടുള്ളത്. അവരുടെ ലക്ഷ്യം എന്താ? അവരും മത രാഷ്ട്രവാദം തന്നെയാണ് പരമപ്രധാനമായി ഉന്നയിക്കപ്പെടുന്നത്. കൊടുക്കുന്നതായിരിക്കും. എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ സംഘടിക്കണം, എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, ആരെ പിന്തുണയ്ക്കണം, അങ്ങനെ ഇവരെ പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലെങ്കിൽ RSS വളർന്നാലോ? ഞാൻ മടങ്ങി വരാം. ടി മുഹമ്മദ് വേളം, ഇത് ഈ പ്രചാരണത്തിന്റെ ഒരു ആത്യന്തിക ഫലം എന്താകും ഇന്ത്യ? ആജിംസ്, അതിനു മുമ്പ് എനിക്ക് അഷ്കറിനെ നേരിട്ട് പരിചയമില്ല. ആദ്യമായിട്ടാണ് ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തോട് സഹപാനലിസ്റ്റായിട്ട് പങ്കെടുക്കുന്നത്. അഷ്കർ എന്നത് തന്നെ നല്ല ഒരു കേസ് സ്റ്റഡിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. NIA കുറിച്ച് അദ്ദേഹം പറഞ്ഞ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ, ഇവിടെ അദ്ദേഹം ഇടത് നിരീക്ഷകനാണെന്നാണ് നിങ്ങൾ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ വലത് നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു വലത് നിരീക്ഷകൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ എന്തായിരുന്നോ പറയുക, എന്താണോ അദ്ദേഹം പറയേണ്ടത്, ആ ഒരു വലതുപക്ഷത്തിന്റെ റൈറ്റ് വിങ്ങിന്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണോ NIA കുറിച്ച്, NIA അന്വേഷണങ്ങളെക്കുറിച്ച്, മുസ്ലിങ്ങൾക്കെതിരെയുള്ള, ദളിതുകൾക്കെതിരെ, ആദിവാസികൾക്കെതിരെ, ജനകീയ സമരപ്രവർത്തകർക്കെതിരെ, അവർ അർബൻ നക്സലുകൾ എന്ന് പറയുന്നവർക്കെതിരെയൊക്കെയുള്ള NIA അന്വേഷണങ്ങളെക്കുറിച്ച്, UAPA കുറിച്ചൊക്കെയുള്ള ഒരു വലതുപക്ഷ നിലപാടെന്താണോ അതാണ് വളരെ കൃത്യമായിട്ട് അഷ്കർ ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഇടതുപക്ഷം എന്താണ്, വലതുപക്ഷം എന്താണ്? അങ്ങനെ ഒരു കേരളത്തിൽ CPM ഒരു ഇടതുപക്ഷമല്ല. അത് അഷ്കറൊക്കെ പ്രതിനിധീകരിക്കുന്നത് പോലെ വളരെ കൃത്യമായ ഒരു വലതുപക്ഷ സംഗതിയാണ്, രാഷ്ട്രീയമാണ്. NIA ഏത് നിരപരാധിയാണ് പിടിച്ചുകൊണ്ടുപോയെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള CPMമാരോട് തന്നെ ചോദിച്ചാൽ നല്ലൊരു ട്യൂഷൻ ആ വിഷയത്തിൽ കിട്ടും. ഞാൻ കേരളത്തിലെ കേസ് പറയാം. മിസ്റ്റർ അഷ്കർ, നിങ്ങൾ ഏത് നാട്ടുകാരെന്ന് എനിക്കറിയില്ല, പരപ്പനങ്ങാടിയിൽ സക്കരിയ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ കർണാടക പോലീസ് പിടിച്ചുകൊണ്ടുപോയതാണ് ബാംഗ്ലൂർ സ്ഫോടന കേസിൽ. അദ്ദേഹം ആ കേസിൽ അപരാധിയാണോ നിരപരാധിയാണോ എന്ന് നിങ്ങൾ CPIMകാരോട് തന്നെ ചോദിച്ചു നോക്കിയാൽ മതി. അപ്പോ UAPA കുറിച്ച്, NIA കുറിച്ചൊക്കെയുള്ള തികഞ്ഞ, ഇപ്പൊ മീഡിയ വണ്ണിന്റെ കേസ് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പങ്കാളിത്തത്തിലോ മുൻകൈയിലോ ഉള്ള സ്ഥാപനങ്ങളൊക്കെ NIAയും ഒക്കെ കയറി നിരങ്ങട്ടെ, നിങ്ങൾ കോടതിയിൽ പോയിട്ട് അത്യധ്വാനം ചെയ്ത് രക്ഷപ്പെട്ടുകൊള്ളൂ. ആ പ്രശ്നം ഇവിടെ മറ്റ് മതസമൂഹങ്ങൾക്കില്ല, അവർക്ക് അതൊന്നും നേരിടേണ്ടതില്ല. മുസ്ലിങ്ങൾ അങ്ങനെ എല്ലാ കോടതിയിലും കയറി കേരളത്തിൽ വേറെ ഏത് ചാനൽ നിരോധിക്കപ്പെട്ടു? ഒരു ചാനൽ നിരോധിക്കപ്പെട്ടു. അവർ ചെയ്യേണ്ടത് എന്താണ്? കോടതിയിൽ പോയി രക്ഷപ്പെട്ടുകൊള്ളുക. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയിട്ട് എല്ലാവരും രക്ഷപ്പെട്ടിട്ടില്ല. ബാബരി മസ്ജിദ് കോടതിയിൽ പോയിട്ടും രക്ഷപ്പെടാതെ പോയ ഒരു മുസ്ലിം സ്ഥാപനത്തിന്റെ പേരാണ്. മീഡിയ വൺ രക്ഷപ്പെട്ടു. അപ്പൊ ഇത് മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊള്ളണം എന്നതാണ് CPIM മുസ്ലിങ്ങൾക്ക് നൽകുന്ന ഓറിയന്റേഷൻ എന്ന് പറയും. ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ ന്യായമാണ്. മുസ്ലിങ്ങൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ പള്ളി തകർക്കപ്പെടുന്നതും അവരുടെ നിരപരാധികളായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ജയിലഴികളിലാക്കുന്നതുമൊക്കെ സ്വാഭാവികവും ന്യായവുമായ കാര്യമാണ്. അതൊക്കെ നിങ്ങളുടെ സാധ്യതയനുസരിച്ച് നേരിട്ട് കൊള്ളുക. നിങ്ങൾ അത് നേരിടേണ്ടവരാണ്.
നിങ്ങൾ അതിന് ബാധ്യതപ്പെട്ടവരും ഉത്തരവാദപ്പെട്ടവരുമാണ്. ഇതാണ് കേരളത്തിലെ CPIM ഇവിടുത്തെ മുസ്ലിം സമൂഹത്തോടും പൊതുസമൂഹത്തോടും പറയുന്നത്. അതിന്റെ മികച്ച കേസ് സ്റ്റഡിയാണ് അഷ്കറിന്റെ പ്രസ്താവനകൾ. അതുകൊണ്ട് വളരെ വ്യക്തമാണ് ജിംസ്, എന്താണ് CPIM-ന് ഈ രാജ്യത്ത് കേരളത്തിലെ മുസ്ലിം ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തോട് മുഹമ്മദ് വേളം CPM-ന്റെ ഇസ്ലാമോഫോബിയയുടെ കാര്യത്തിൽ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. മറ്റ് പല കാര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുകയും യോഗം ചെയ്യുകയും ചെയ്യുന്ന ഈ കാന്തപുരത്തെ കൂടി ഇതൊന്ന് നിങ്ങൾ പഠിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും കാന്തപുരത്തെ മാത്രമല്ല, മുസ്ലിം സമൂഹത്തിലെ പലതര വിഭാഗത്തിലുള്ള ഗ്രൂപ്പുകൾ, വ്യക്തികളൊക്കെ ഇപ്പൊ UAPA വന്ന സമയത്ത് എന്തായിരുന്നു പൊതുവിൽ പല മുസ്ലിം ഗ്രൂപ്പുകളുടെ നിലപാട്? ഇവിടെ ഇപ്പൊ അഷ്കർ പറഞ്ഞ നിലപാടാണ് പല മുസ്ലിം, പക്ഷെ അത് മാറി അല്ലേ? അങ്ങനെ ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള നിലപാട് എന്തായിരുന്നു? അപ്പൊ ഇത് മുസ്ലിങ്ങൾ നിലപാടെടുക്കുന്നു എന്നതല്ല അജിംസ് ഒരു പ്രശ്നം. ഒരു പ്രശ്നത്തിന്റെ മെറിറ്റ് എന്താണ്, ഒന്നിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഒന്നിന്റെ പൊളിറ്റിക്സ് എന്താണ്, ഒന്നുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ്, അത് മുമ്പുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്താണ്, ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, ഇതെവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, ഇതിന് ആഗോള സാമ്രാജ്യത്വവുമായിട്ടും ഇന്ത്യയിലെ ഫാഷിസവുമായും ലോകത്തുള്ള റൈറ്റ് വിങ് പൊളിറ്റിക്സുമായിട്ടും ഒക്കെയുള്ള ബന്ധം എന്താണ്, ഇത് മനസ്സിലാക്കുകയും സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തണം, ഇത് പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തണം. മനസ്സിലാവുന്നവർ മുസ്ലിങ്ങളിലുമുണ്ട്, പൊതുസമൂഹത്തിലുമുണ്ട്, മനസ്സിലാകാത്തവർ എല്ലാ വിഭാഗത്തിലുമുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് സമുദായവുമായി ബന്ധപ്പെട്ടതല്ല, ഇതൊരു മെറിറ്റിന്റെയും പൊളിറ്റിക്സിന്റെയും പ്രശ്നമാണ് എന്നാണ് ജിംസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, എന്തായാലും ഈ ചാപ്പേടിയെ കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം മോഹൻ മാസ്റ്റർ ഇനി നൽകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ മോഹൻ മാസ്റ്റർ മുഴക്കിയ ഡോഗ് വിസിൽ ഇന്ത്യ മുഴുവൻ മുഴങ്ങുന്നുണ്ട്. അതിന്റെ പ്രതിധ്വനികൾ രാജ്യം മുഴുവൻ ഉണർന്നു തുടങ്ങിയിട്ടുമുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമായ വസ്തുതയാണ്.